സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, എങ്ങനെയാണ് അക്ഷയും സുഹൃത്തുക്കളും അപകടത്തിൽപ്പെട്ടത്? എന്താണ് പ്രദേശവാസികളും ജനപ്രതിനിധികളും ഒക്കെ പറയുന്നത്? ദിവ്യ, ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അക്ഷയുടെ 4 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. അക്ഷയായിരുന്നു വണ്ടി ഓടിച്ചത്. സുഹൃത്ത് പകുതിക്കൽ വെച്ച് വീട്ടിലേക്ക് ഇറങ്ങുന്നു. ബാക്കി 3 പേരും ഇതുവഴിയാണ് ഈ പാമ്പാടി വഴി ഈ മദ്രസയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ മുകളിൽ നിന്ന് റബ്ബർ മരത്തിന്റെ ചില്ലയും പോസ്റ്റും പൊട്ടി വീണ് അക്ഷയ്ക്ക് ഷോക്കേൽക്കുകയായിരുന്നു. തൽക്ഷണം തന്നെ അക്ഷയ് ഷോക്കേറ്റ് മരിക്കുകയായിരുന്നു. അക്ഷയുടെ മൃതദേഹം ഇപ്പോൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ്. ദിവ്യ, ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം എന്താണെന്ന് വെച്ചാൽ ഈ സ്വകാര്യ വ്യക്തിയുടെ ബൈറ്റ് ഇപ്പോൾ ലഭ്യമാണ്. നമുക്കത് കേൾക്കാം. അതേപോലെ അപ്പുറത്ത് അടുത്തൊരു വീടുണ്ട്, അവർക്ക് ബുദ്ധിമുട്ട് എന്നും കോതലെന്ന് പറഞ്ഞ് ഞാൻ കോതലില്ല, ഞാൻ എന്നെ മുറിച്ച് മാറ്റിത്തരാം. രാവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞത്, സുനിൽ പറഞ്ഞത് താങ്കൾക്ക് 4 മാസം മുമ്പ് കത്ത് നൽകിയതാണ്. സുനിലോട് ഞാൻ ഇപ്പം ചോദിക്കാം സാറേ, പറഞ്ഞില്ലേ സാറേ? സാറേ, ഈ പള്ളി സത്യത്തിൽ വേണമെങ്കിൽ പള്ളി ഞങ്ങൾ വിശ്വസിക്കും. ഈ പള്ളി സത്യത്തിൽ അങ്ങനെ ഒരു പ്രസിഡന്റും പറഞ്ഞിട്ടില്ല, സുനിയും പറഞ്ഞില്ല, എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തു കൊടുക്കും. ഇല്ല ഇല്ല സാറേ, പറഞ്ഞ ഞാൻ അറിഞ്ഞിട്ട് ചെയ്യയില്ല. ഞാൻ ഇവര് പറയാതെ കണ്ട 5 കൂടെ മതി മനസ്സിലായി ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. മതിയടാ, ക്യാമറ ഇതുപോലെ ആയിരിക്കണം. അപ്പുറത്തോട്ട് ഞാൻ ചെയ്തു കൊടുക്കും. ഇത് ചെയ്തു മാതൃക കാണിച്ചു കൊടുക്കും. ഞാൻ ചെയ്യാൻ പറ്റും. ദിവ്യ, സനിസ, എന്താണ് ഉടമ പറയുന്നത്? ഉടമ പറയുന്നത് പഞ്ചായത്തിൽ നിന്നോ വാർഡ് മെമ്പറിൽ നിന്നോ തനിക്ക് യാതൊരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല. ഈ മരം മുറിക്കണമെന്ന് യാതൊരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ലെന്നാണ് ഈ പറമ്പിന്റെ ഉടമ പറയുന്നത്. തങ്ങൾക്ക് യാതൊരുവിധ നിർദ്ദേശവും ലഭിച്ചിട്ടില്ല. താൻ ഇത് മുറിക്കണമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെന്നോ തങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് ഈ പറമ്പിന്റെ ഉടമ പറയുന്നു. കൂടാതെ തന്നെ ഇവിടെ ഇനിയും ഇത്തരത്തിൽ റോഡിലേക്ക് വീഴാൻ സാധ്യതയുള്ള മരങ്ങളുണ്ട്. അത് ഉടനെ തന്നെ മുറിച്ചു മാറ്റാൻ എല്ലാവിധ സഹകരണവും നൽകുമെന്നും ഉടമ വ്യക്തമാക്കിയിട്ടുണ്ട്. ദിവ്യ, കൂടാതെ തന്നെ ഇവിടെ ഈ ഒരു സംഭവ സ്ഥലത്ത് ഈ അപകടം നടന്നതിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് നമുക്കൊരു മദ്രസയുണ്ട്. ഇവിടെ തൊട്ട് പുറകിലായിട്ട് ഒരു റോഡിന്റെ ഈ സൈഡിൽ ഒരു മദ്രസയാണ്. അവിടെ കുട്ടികൾ ദിവസവും മദ്രസയിൽ പഠിക്കാൻ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഈ പള്ളിയിൽ കുട്ടികൾ പഠിക്കാൻ വരുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഇത്തരം ഒരു അപകടകരമായിട്ടുള്ള ഒരു പോസ്റ്റ്, അതുപോലെ തന്നെ റോഡിലേക്ക് വീഴാൻ തക്ക മരങ്ങളും ഉള്ളത്. ഈ പോസ്റ്റിന് ബലക്ഷയമുണ്ടെന്ന് അല്പസമയം മുമ്പാണ് ഇവിടെ വാമനപുരം MLA DK മുരളി വന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഈ പോസ്റ്റിന് ബലക്ഷയമുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. ഇതിൽ പിന്നെ KSEBക്ക് ഇതിൽ അനാസ്ഥയുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും MLA പറഞ്ഞു. കൂടാതെ തന്നെ ഇത്തരം അവസ്ഥകൾ, ഇത്തരം ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാൻ ഇനി എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യും, ആ നടപടി സ്വീകരിക്കുമെന്നും MLA പറയുകയുണ്ടായി. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള അനാസ്ഥയുണ്ടോ എന്ന് അതിനെപ്പറ്റി അന്വേഷിക്കുമെന്നും കർശനമായ നടപടി സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വലിയ ഒരു അപകടമാണ് ഉണ്ടായത്. നമ്മൾ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ബലക്ഷയം സംഭവിച്ച ഒരു പോസ്റ്റാണിത്. ഇത് അടിയോടെ പിഴുത് റോഡിലേക്ക് വീഴുകയായിരുന്നു. ഒരു മരത്തിന്റെ കഷ്ണം അതിന്റെ മേളിലേക്ക് വീഴുമ്പോൾ തന്നെ അതിന്റെ ഒപ്പം പോരാൻ പറ്റുന്ന അത്രയും ബലമില്ലാത്ത ഒരു നിലയിലായിരുന്നു ഈ പോസ്റ്റ് ഇവിടെ സ്ഥിതി ചെയ്തിരുന്നത്. 4 മാസം മുൻപേ KSEBയിൽ ഈ പോസ്റ്റിന്
പോസ്റ്റിന് ബലക്ഷയമുണ്ടെന്ന് പരാതി നൽകിയതാണ്. നാട്ടുകാരും പോസ്റ്റിന്റെ കാര്യത്തിലും പോസ്റ്റിന് ബലക്ഷയമുള്ളതും അതുപോലെ തന്നെ മരം റോഡിലേക്ക് വീഴുന്നതുമായിട്ട് നിരന്തരം നാട്ടുകാരും പരാതി നൽകിയതാണ്. പക്ഷേ ഇപ്പോൾ പറമ്പിന്റെ ഉടമ പറയുന്നത് തനിക്ക് യാതൊരുവിധ പരാതിയും നൽകിയിട്ടില്ല, തന്നോട് ആരും യാതൊരുവിധ പരാതിയും പറഞ്ഞിട്ടില്ല. ഈ മരം മുറിക്കണമെന്നോ മരത്തിന്റെ ചില്ല മുറിക്കണമെന്നോ അയാൾ വളരെ വികാരഭരിതനായിട്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തനിക്ക് യാതൊരുവിധ നിർദ്ദേശവും എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. പഞ്ചായത്തിൽ നിന്നോ പഞ്ചായത്ത് വാർഡ് മെമ്പറിൽ നിന്നോ തനിക്ക് യാതൊരുവിധ നിർദ്ദേശവും ലഭിച്ചിട്ടില്ല. സ്ഥലമുടമയുടെ പ്രതികരണമാണ് അല്പസമയം മുൻപ് കണ്ടത്. അദ്ദേഹത്തോട് ആരും ഈ മരച്ചില മുറിച്ചു മാറ്റണമെന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം വളരെ വികാരാധീനനായി തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവം തന്നെയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് നടന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങി വന്ന അക്ഷയും സുഹൃത്തുക്കളും അപകടത്തിൽപ്പെട്ടത്. പക്ഷേ അവിടെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വലിയ രീതിയിൽ ഷോക്കേറ്റ് അക്ഷയ് മരിക്കാനിടയാവുകയായിരുന്നു. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്.